സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. സംഭവിച്ച സ്വാമിജിമാരെ, മറ്റ് മുൻപിലിരിക്കുന്ന എല്ലാവരും നമസ്കാരം. ഞാൻ വളരെ ക്ഷീണിതനാണ്. ഇന്നലെ ഞാൻ കാലടി ശ്രീരാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൽ നിന്നാണ് വരുന്നത്. പേര് ബ്രഹ്മപരാനന്ദ. ഇന്നലെ അവിടെ ശ്രീരാമകൃഷ്ണ ജയന്തിയായിരുന്നു. രാവിലെ തൊട്ട് അവിടെ പൂജയും ഹോമവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ അവിടെ രാത്രിയിൽ വിശേഷാൽ പൂതനാമോക്ഷം കഥകളി ഉണ്ടായിരുന്നു. അപ്പം അതും കഴിഞ്ഞ് ഞാനും അവിടുത്തെ ഗുരുകുലത്തിലെ കുട്ടികളാണ്, എൻ്റെ സ്കൂളിലെ 2 അധ്യാപകർ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇന്നലെയല്ല, ഇന്ന് വെളുപ്പിനെ 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും ഇവിടെ എത്തിയപ്പോൾ. എന്നിട്ടാണ് ഞങ്ങൾ കിടന്നത്. പിന്നീട് അതിരാവിലെ തന്നെ എഴുന്നേൽക്കേണ്ടി വന്നു. ഇന്ന് രാവിലെ ഇവിടെ പൂജ ഹോമം എല്ലാം കഴിഞ്ഞു. അപ്പോൾ സ്വാമിജി പറഞ്ഞ എന്തെങ്കിലും 2 വാക്ക് നിങ്ങളോട് സംസാരിക്കണം. സ്വാമിജി നേരത്തെ പറഞ്ഞിരുന്നതാണ്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് മുൻപ് സംസാരിച്ചിരുന്ന അദ്ദേഹം തോത്താപുരിയുടെയും ശ്രീരാമകൃഷ്ണദേവൻ്റെയും കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം പലവട്ടം പറഞ്ഞു അദ്ദേഹം ഇപ്പോഴാണ് പുസ്തക ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അത് അദ്ദേഹം ശ്രീരാമകൃഷ്ണനും തോത്താപുരിയുമായിട്ടുള്ളൊരു നല്ലൊരു രംഗം അവിടെ പറഞ്ഞു, അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തോത്താപുരി ജ്ഞാനമാർഗം പിന്തുടരുന്ന വ്യക്തിയാണ്, ജ്ഞാനിയാണ്. ശ്രീരാമകൃഷ്ണദേവന് കാളിദേവിയുടെ ദർശനത്തിന് ശേഷം ശ്രീരാമകൃഷ്ണദേവന് ആഗ്രഹം ഉണ്ടായി, മറ്റു വഴികൾ എന്തൊക്കെയാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അമ്മയോട് പ്രാർത്ഥിക്കുകയുണ്ടായി, അമ്മ എനിക്ക് എല്ലാ വഴിയും കാട്ടിത്തരണം. അപ്പോൾ അമ്മ ഓരോരുത്തരെയായിട്ട് ദക്ഷിണേശ്വരത്തേക്ക് കൊണ്ടുവരികയാണ് ശ്രീരാമകൃഷ്ണനെ പഠിപ്പിക്കാനായിട്ട്. ഇതിൽ വരുന്ന തോത്താപുരി അദ്ദേഹം ശരിക്കും അദ്വൈത ജ്ഞാനത്തിന്റെ വഴിയാണ്, പക്ക ജ്ഞാനിയാണ്. ശ്രീരാമകൃഷ്ണദേവൻ ഈ വൈകുന്നേരം ആവുമ്പോൾ ഈ ഭജനയൊക്കെ പാടുമായിരുന്നു, കൈകൊട്ടി ഭജനയൊക്കെ പാടുമായിരുന്നു. ശ്രീരാമകൃഷ്ണദേവന് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നമ്മളിരുന്ന് കൈകൊട്ടുമ്പോൾ ആ വൃക്ഷത്തിലുള്ള പക്ഷികളൊക്കെ പറന്ന് ദൂരേക്ക് പോകുന്നത്, അതുപോലെ നമ്മൾ കൈകൊട്ടി പാടുമ്പോൾ ഈ വൃക്ഷത്തിൽ, അതായത് ഈ ശരീരത്തിലുള്ള പാപങ്ങളും പുറത്തേക്ക് പറന്നു പോകുന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കൈകൊട്ടി പാടും വൈകിട്ട്. അപ്പൊ തോത്താപുരി ചോദിക്കും, നീ എന്താ ചപ്പാത്തി അടിക്കുകയാണെന്ന് ചോദിക്കും. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മുടെ അമ്മമാരിവിടെ ചപ്പാത്തി പലക വെച്ച് ഇങ്ങനെ പരത്തും. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല, ഈ മാവ് നല്ല ലൂസായിരിക്കും. അപ്പൊ കയ്യിലിട്ട് ഇങ്ങനെ അടിക്കും. ഒരു 5-8 വട്ടം അടിച്ചു കഴിയുമ്പോൾ നല്ല റൗണ്ടിൽ നല്ല ഷേപ്പിൽ വരും. കാരണം ദേ ആർ എക്സ്ട്രീംലി സ്കിൽഡ്. ഈ അമ്മമാര് നല്ല സ്കില്ലാണ്, ചെറുപ്പത്തിൽ തൊട്ടേ ചപ്പാത്തി അടിച്ച് നല്ല പഠിച്ചോളൂ. അപ്പോൾ ഈ ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെ കൈകൊട്ടി ഭജന പാടുന്ന കാണുമ്പോൾ തോത്താപുരി ചോദിക്കുന്നു, നീ ചപ്പാത്തി ഇരിക്കണം. അദ്ദേഹം കാളിദേവിയെ മറന്ന് പാട്ടുപാടാണ്, ഗുരുവാണ്. ചോദിക്കണേ, കളിയാക്കി ചോദിക്കുക അല്ലേ? കാരണം എന്താ, അദ്ദേഹം ജ്ഞാനിയാണ്. ശ്രവണ മനന നിധിധ്യാസം. തോത്താപുരി പഞ്ചവടിയിൽ രാത്രിയിൽ മുഴുവൻ അദ്ദേഹം സമാധിസ്ഥനായിട്ടിരിക്കും, ശ്രീരാമകൃഷ്ണനെ പഠിപ്പിക്കും. പകൽ മുഴുവൻ കിടന്ന് ഉറങ്ങുന്നത് പോലെ അഭിനയിക്കും, ഇങ്ങനെ മൂടിപ്പതച്ചായിരിക്കും കിടങ്ങാൻ. ഒരു ദിവസം രാത്രിയിൽ പഞ്ചവടിയിൽ തോത്താപുരി ഇരുന്ന് ധ്യാനിക്കും. അവിടെ ഒരു രക്തരക്ഷസ് ഉണ്ടായിരുന്നു, ഒരു ബ്രഹ്മരക്ഷസ് പഞ്ചവടിയിൽ. ഈ ബ്രഹ്മരക്ഷസ് ശ്രീരാമകൃഷ്ണൻ കണ്ടിട്ടുണ്ട്, വേറെ ആരും ഇങ്ങനെ കാണാറില്ല, കാരണം നമുക്ക് ഗോചരമല്ലല്ലോ. അപ്പോൾ ഈ തോത്താപുരി അദ്ദേഹം ബ്രഹ്മജ്ഞനാണ്, അദ്ദേഹത്തിന് മനസ്സിലാവും ഇവിടെ വേറെ എന്തോ ഒരു പ്രസൻസ് ഉണ്ടാകും. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ ഈ രക്ഷസ് ഇറങ്ങി വരിക, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും. തോത്താപുരിയുടെ ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയണത്, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും. സാധാരണ നമ്മളായിരുന്നു എന്താ ചെയ്യുക? അമ്മ പറഞ്ഞു, എപ്പോ ഓടിയെന്ന് ചോദിച്ചാൽ തോത്താപുരി എന്താ പറയണെന്നറിയാം, ശ്രദ്ധിച്ചു ചെയ്യണം. അദ്ദേഹം എന്താണെന്ന് അറിയാം, നോക്കിയിട്ട് പറഞ്ഞു, ആ കൊള്ളാലോ, ഞാനും ബ്രഹ്മം നീയും ബ്രഹ്മം, വാ ഇരിക്കേ ധ്യാനിക്കാം, വാ ഇരിക്കേ നമുക്ക് ധ്യാനിക്കാം. അതാണ് തോത്താപുരി. പക്ഷേ അതേ തോത്താപുരി തന്നെ ശ്രീരാമകൃഷ്ണദേവൻ ഇങ്ങനെ ഭജന പാടി കണ്ണീര് പോകുമ്പോൾ തോത്താപുരി അറിയാതെ ഇങ്ങനെ കരയാൻ തുടങ്ങും. അദ്ദേഹം പറയും, ഈ ഇതെന്തു മാജിക്കാണ്, ക്യാ മായ ഹേ. ഹിന്ദി ഭാഷയാണ്, ബംഗാളിയല്ല, ഹിന്ദിയ. ഇതെന്തൊരു മായയാണ്, നിന്റെ പാട്ട് എൻ്റെ ഹൃദയത്തെ പോലും സ്പർശിക്കുന്നു, എൻ്റെ ഹൃദയത്തെ ദ്രവിപ്പിക്കുന്നു. ഞാൻ പോലും അറിയാതെ കണ്ണീര് ധാരധാര, അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ടു ധാരധാരയായി ഇങ്ങനെ. ഇത് എന്ത് മാജിക്കാണ്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവനെ ഒരിക്കൽ അദ്ദേഹം ഉപദേശിക്കുന്നതാണ്, തന്റെ കമണ്ടലു കാണിച്ചത്. നോക്കൂ, എന്റെ കമണ്ടലു നോക്കൂ, എത്ര ഷൈനിങ് ആയിട്ടായിരിക്കും അല്ലേ? ഇതുപോലെ ദിവസവും
മനനം കൊണ്ട് ധ്യാനം കൊണ്ട് മനസ്സ് അന്ധക്കരണം ശുദ്ധമാക്കി വെക്കണം. ദിവസവും ശുദ്ധമാക്കി വെക്കണം അന്ധക്കരണം, മനന ധ്യാനം കൊണ്ട്. അപ്പൊ ശ്രീരാമകൃഷ്ണൻ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം എന്താ, ഇത് സ്വർണം കൊണ്ടാണെങ്കിലോ, ഈ പറഞ്ഞ കമ്മണ്ടൂര് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അഴുക്ക് പിടിക്കുമോ? എത്ര പിടിച്ചാലും പെർമനന്റ് ആയിട്ട് പിടിക്കില്ലല്ലേ. കാരണം എന്താ, അദ്ദേഹം അവതാന അല്ലേ, അത് വിശുദ്ധ സത്വ ഗുണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. രാമാനുജാചാര്യന്റെ കാര്യം പറഞ്ഞല്ലോ, വിശുദ്ധ സത്വ ഗുണം അല്ലെ. ശ്രീരാമകൃഷ്ണദേവന്റെ ശരീരം തന്നെ എങ്ങനെയാ, വിശുദ്ധ സത്വ ഗുണം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ശാരദാദേവി കൂടെ വന്നത്. ശാരദാദേവി ഇല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെ നമുക്ക് കിട്ടുമായിരുന്നില്ല അല്ലെ. അമ്മ തന്നെ പ്രത്യേകം കാര്യം എടുത്ത് നോക്കിയത് കൊണ്ട് മാത്രമാണ് ശ്രീരാമകൃഷ്ണദേവനെ ഇത്രയും കൊല്ലം നമുക്ക് കിട്ടിയത്. അപ്പൊ എന്നിരുന്നാലും ഇപ്പൊ ശ്രീരാമകൃഷ്ണദേവന്റെ ജയന്തിയാണ്. വിവേകാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണനെ സ്തുതിച്ചത് അവതാര വരിഷ്ഠൻ എന്ന് പറഞ്ഞിട്ടാണ്. അവതാര വരിഷ്ഠൻ. ഞാൻ നിങ്ങളെ ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശ്രീരാമകൃഷ്ണന്റെ ജീവിതം എടുത്തു നോക്കൂ. ഒരു 55 വയസ്സ് മാത്രമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അല്ലെ. ഇതില് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ തന്നെ സമാധി ഒക്കെ വന്നു, ഈശ്വര ദർശനങ്ങൾ കിട്ടി. ഏകദേശം ഒരു 10-22 വയസ്സോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞു. അമ്മ വന്നു, അമ്മയെ ഷോഡശി പൂജ ചെയ്തു, എല്ലാം ചെയ്തു. അദ്ദേഹത്തിന്റെ ജപമാല അടക്കം അമ്മയുടെ കാലത്ത് സമർപ്പിച്ചു അല്ലെ. ഗുരുക്കന്മാർ വന്നു, എല്ലാം പോയി. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ 5-6 കൊല്ലമാണ് വിവേകാനന്ദ സ്വാമി അടക്കം ബാക്കി ശിഷ്യന്മാരൊക്കെ വരുന്നത്. ഈ ഇടയ്ക്ക് ഒരു 10-20 കൊല്ലമുണ്ട്. ഈ വ്യക്തി എങ്ങനെയാണ് ജീവിച്ചത് ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഓരോരുത്തരും ശരിക്കും അഭിലഷിക്കേണ്ട ഒരു വിഷയം. ശ്രീരാമകൃഷ്ണദേവൻ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ, മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. ഈശ്വര സാക്ഷാത്കാരം. അത് ശ്രീരാമകൃഷ്ണൻ ഇപ്പൊ എന്താ പറയാ, അദ്ദേഹം ഈ അമൃത് പല പല രീതിയിൽ നുകരുക എന്ന് പറയില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. തന്റെ ജീവിതത്തിൽ വേറൊരു കാര്യമില്ല, വേറെ ഒന്നുമില്ല. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ, അദ്ദേഹത്തിന് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല, അമ്പലത്തിൽ പൂജ പോലും ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം, ഒരു ആചമനത്തിന് ജലം കയ്യിലെടുത്താൽ പോലും നിൽക്കില്ല. ഗംഗയിൽ തർപ്പണം ചെയ്യാനാണെങ്കിൽ ജലം കയ്യിലെടുത്തപ്പോൾ ജലം നിൽക്കുന്നില്ല, ഊരിപ്പോവാ, ജലദാസ്ഥനായി മാറി. പൂണൂല് നിൽക്കില്ല, പോവുക, ഊരിപ്പോവും. വസ്ത്രം കൊടുത്താൽ നിൽക്കില്ല, തന്നെ അഴിഞ്ഞു പോവാ. എന്താ പറയാ, നമ്മൾ കർമ്മത്തെ ഉപേക്ഷിക്കുന്നതല്ല, കർമ്മം മുഴുവൻ ഈ വ്യക്തിയെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ഈശ്വര കാര്യങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ സംസാരിക്കാനോ കേൾക്കാനോ സാധിക്കത്തില്ല. ഈ മധുരബാബു തുടങ്ങിയവരൊക്കെ മറ്റെന്തെങ്കിലും കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ശ്രീരാമകൃഷ്ണൻ കരയാൻ തുടങ്ങും. അമ്മ നീ എന്നെ എവിടെയാ കൊണ്ടുവന്നേ, ഞാൻ എന്തൊക്കെയാ കേൾക്കണ്ടേ, എന്നോട് എന്തിനായി ക്രൂരത എന്ന് പറഞ്ഞാൽ അതിന് അസഹ്യമാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല, കർമ്മം ഉപേക്ഷിച്ചു പോയി. ഈശ്വര കാര്യങ്ങളല്ലാതെ കേൾക്കാനോ സംസാരിക്കാനോ ചിന്തിക്കാനോ സാധ്യമല്ല. എന്നാ പോട്ടെ, ഉറങ്ങി സമയം കളയാൻ കഴിയാം. ഉറക്കമുണ്ട്, രാത്രി 24 മണിക്കൂറിൽ കൂടിപ്പോയ 1-2 മണിക്കൂർ ഉറങ്ങിയാലായി. ഈ സമയം എന്ത് ചെയ്യും? എന്നാൽ സമയം പോകുന്നു അറിയുന്നു പോലുമില്ല. അദ്ദേഹത്തിന്റെ അന്ധക്കരണം, അദ്ദേഹത്തിന്റെ മനസ്സ് അത്രമാത്രം ഉയർന്ന അവസ്ഥയിലാണ്. ശ്രീരാമകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബ്രഹ്മാവ് അല്ലെ സാക്ഷാൽ പറഞ്ഞു, ഭാവമുഖോഭവ, നീ ഭാവമുഖത്തിൽ താമസിക്കൂ, ഭാവമുഖത്തിൽ ഇരിക്കൂ. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ മൈതാനം, അതിനടുക്കൊരു വലിയ മതില്, ആ മതില് വലിയൊരു സുഷിരം, ഈശ്വരൻ ജഗത്ത് അല്ലെ, കാണാൻ പറ്റും അകത്തോടെ. ഈ വലിയ സുഷിരമാണ് ഞാനെന്ന് മഹേന്ദ്രനാഥ് ഗുപ്തനോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണൻ ഓരോരുത്തരോടും ചോദിക്കാറുണ്ട്, എന്താ എന്നെ പറ്റിയുള്ള അഭിപ്രായം, എന്ത് വിചാരിക്കുന്നു, ഞാൻ ആരാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ പലരും പല ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് യോഗ്യന്മാരായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അങ്ങ് വെരി എക്സ്ട്രാ ഓർഡിനറി, അങ്ങ് ഗൃഹസ്ഥനും അല്ല, അങ്ങ് സന്യാസിയും അല്ല. അപ്പൊ ശ്രീരാമൻ ഹിന്ദുത്വ അദ്ദേഹത്തിനെ ഗൃഹസ്ഥന്മാരുടെ കൂട്ടത്തിലും കൂട്ടാൻ പറ്റത്തില്ല, സന്യാസിമാരുടെ കൂട്ടത്തിലും കൂട്ടാൻ പറ്റത്തില്ല. ഒരു ഗുണത്തിനും അദ്ദേഹം അടിമപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ബാലകാവസ്ഥയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 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 രംഗമുണ്ട് കഥാമൃതത്തിൽ വരുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തിന്റെ മുറിയിൽ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ചെറിയ നാരങ്ങ മുട്ടായ പോലെ എന്തോ കയ്യിലുണ്ട്. പെട്ടെന്ന് ആ മുറിയിലേക്ക് കുറച്ച് കൊച്ചു കുട്ടികൾ ഓടി വരിക. നോക്കൂ, 19 വയസ്സുള്ള ഒരാളാണ്, കയ്യിൽ മിഠായി ഇരിക്കുകയാണ്. ഞാൻ കുട്ടികൾ വന്ന് നമ്മൾ എന്ത് ചെയ്യും? മിഠായി കൊടുക്കുമല്ലേ? ശ്രീരാമകൃഷ്ണദേവൻ അറിയോ, കുട്ടികളെ കണ്ട ഉടനെ ഈ മിഠായി പുറകിലേക്ക് ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും. പുറകിലേക്ക് ഒളിപ്പിച്ചു വെക്കും. കൊടുക്കിട്ട് വന്നാലോ? കുട്ടികളെ കണ്ടപ്പോ അദ്ദേഹം ഒരു കുട്ടിയെ മാറി. പക്ഷെ അടുത്ത നിമിഷം നരേന്ദ്രൻ അവിടെ ഒരു പാട്ട് പാടിയപ്പോ ഈ കയ്യിൽ പിടിച്ചിരുന്ന മിഠായിയൊക്കെ എവിടെയോ പോയി. അങ്ങനെ സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് വിജ്ഞാനാനന്ദജി പറയുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും നരേന്ദ്രൻ എവിടെ, നരേന്ദ്രൻ എവിടെ, അല്ലെങ്കിൽ രാഖാൽ എവിടെ, രാഖാൽ എവിടെ എന്ന് ചോദിച്ച് കണ്ണീരൊഴിക്കുന്ന ശ്രീരാമകൃഷ്ണദേവൻ. അതേ ശ്രീരാമകൃഷ്ണദേവൻ തന്നെ ചില സമയങ്ങളിൽ സമാധിയുടെ ഇത്രമാത്രം ഉയർന്ന തലങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഇറങ്ങി വന്നിട്ട് കണ്ണ് തുറന്ന് മുൻപിൽ നരേന്ദ്രനെയായിട്ട് കാണുമ്പോഴത്തേക്കും ആദ്യം ചെയ്യുന്നത് ആരാണ്? ആരാ? കുറച്ച് കഴിഞ്ഞ് ആ ബോധത്തെ ഓടി നരേന്ദ്രനാണ്. അത്ര ഉന്നതമായ അവസ്ഥയിലേക്ക് പോകും. വിജ്ഞാനാനന്ദ സ്വാമി പറഞ്ഞാണ്, വിജ്ഞാനാനന്ദ സ്വാമി. അപ്പോ ആ ഒരു സ്പെക്ട്രം ജീവിതത്തിലെ മുഴുവൻ ജീവിതവും ഈശ്വരന് സമർപ്പിച്ചുള്ള ജീവിതം, ഈശ്വരാർപ്പണമായിട്ടുള്ള ജീവിതം. എന്ത് കർമ്മങ്ങൾ ചെയ്താലും ഈശ്വരാർപ്പണമായിട്ടുള്ള ജീവിതം. എനിക്ക് എൻ്റെ അടുത്ത കർമ്മത്തിലേക്ക് പോകാൻ സമയമായി. 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഭഗവാൻ അവതരിച്ചു വന്നതാണ്. എന്തിനു വേണ്ടി? നമ്മളെ പഠിപ്പിക്കാനായിട്ട്, അല്ലെ? നമുക്ക് മനസ്സിലാക്കി തരാം. ഇതാണ് ഏറ്റവും ഹൈയസ്റ്റ് ഐഡിയ. കാരണം രാമനായാലും കൃഷ്ണനായാലും ഇവരൊക്കെ തന്നെ പല ഗുണങ്ങളുടെ സമ്മിശ്രങ്ങളാണ്. ഇവരൊക്കെ തന്നെ യുദ്ധം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാം. ശ്രീരാമകൃഷ്ണദേവനെ ആകപ്പാട് ഒരു യുദ്ധം ചെയ്ത് എനിക്കറിയാവുന്ന വിജ്ഞാനാനന്ദ സ്വാമിയായിട്ടാണ് ആകപ്പാട് ഒരു യുദ്ധം ചെയ്തത്. അത് മല്ലയുദ്ധമാണ്. വിജ്ഞാനാനന്ദ സ്വാമി ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ വരുമ്പോൾ ശ്രീരാമൻ നോക്കിയിട്ടു മുറിയിൽ എല്ലാവരും കാലിയാകുമ്പോൾ ശ്രീരാമൻ പെട്ടെന്ന് ചാടി എഴുന്നേക്കും. ഇതൊരു റെസലറെ പോലെ, ഒരു ഗുസ്തിക്കാരനെ പോലെ തുടയിലേക്ക് അടിച്ചു വരും. ഗുസ്തി പിടിക്കാന്ന് പറയും. വിജ്ഞാനാനന്ദി അന്താളിച്ചു, ഇതെന്തൊരു മഹാത്മാവാണ്. ഒരു പരമഹംസനെ കാണാൻ വന്ന കോളേജിൽ പഠിച്ചൊരു കുട്ടിയാണ് ഞാൻ. ചാടി എഴുന്നേറ്റ് മുഷ്ടി കേട്ടിൽ തന്നെ ഗുസ്തി പിടിക്കുകയാണ്. ഒരു ദുർബലനായ വ്യക്തി, ഞാൻ ഗുസ്തി പിടിച്ചിരുന്ന ഇയാളുടെ അവസ്ഥ എന്താ? നമുക്കറിയാം എന്താ ഒരു രുചി, എന്താ പറയാ, പൂരിയുടെ ഒരു അറ്റം കൊണ്ട് വിരൽ മുറിഞ്ഞ ആളാണ് അദ്ദേഹം. ഗുസ്തി പിടിക്കാൻ പോയ എന്തായിരിക്കും അവസ്ഥ? എന്തായാലും വിളിക്കുകയല്ലേ, വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം അദ്ദേഹം അടുത്ത് വന്നു ഗുസ്തി പിടിക്കാനായിട്ട്. അപ്പോൾ ഇദ്ദേഹവും വിജ്ഞാനാനന്ദ സ്വാമി എഴുന്നേറ്റ് ഇങ്ങനെ ഗുസ്തി പിടിക്കുക, രണ്ടുപേരും ഇങ്ങനെ കൈ പിടിക്കും. വിജ്ഞാനാനന്ദ സ്വാമി വളരെ അനായാസം, നിഷ്പ്രയാസം ശ്രീരാമകൃഷ്ണദേവനെ തെള്ളി മതിലിൽ ഓർമ്മ വെക്കും. ശ്രീരാമകൃഷ്ണൻ ചിരിച്ചുകൊണ്ടാണ്. ഗുസ്തിയാണെങ്കിലും പൂർണ്ണ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ പുറകിലോട്ട് പോയി മതിൽ മുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ അതിന് ചിത്രത്തിൽ കാണുന്നത് ഇങ്ങനെ മുക്തകണ്ഠനായി ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിജ്ഞാനത്തെ പിടിച്ചോണ്ട് ഇനി എന്താ നടക്കാൻ പോണേ, മലത്തടിക്കണോ, അറിയില്ല എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ നിൽക്കുക, മനസ്സ് സമ്മതിക്കുന്നില്ല. അപ്പൊ ശ്രീരാമകൃഷ്ണൻ ഇങ്ങനെ ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വൈദ്യുത പ്രവാഹം പോലെ ശ്രീരാമകൃഷ്ണന്റെ കയ്യിൽ നിന്നും തന്റെ കയ്യിലേക്ക് എന്തോ പ്രവഹിക്കുന്നത് പോലെ ഇദ്ദേഹത്തിന് തോന്നുകയാണ് വിജ്ഞാനാനന്ദജി മഹാരാജ്. അതിന്റെ ശക്തിക്ക് മുന്നിൽ തന്റെ ഉള്ളിലുള്ള മുഴുവൻ ശക്തിയും ചോർന്നു പോകുന്നത് വിജ്ഞാനാനന്ദ സ്വാമി പോവുക. അതിന് നിൽക്കാൻ പറ്റുന്നില്ല. നിഷ്പ്രയാസം ശ്രീരാമകൃഷ്ണദേവനെ തള്ളി ഭിത്തിയിലേക്കാക്കി. ഇപ്പൊ ശ്രീരാമകൃഷ്ണദേവന്റെ ശക്തി ഉള്ളിലേക്ക് പ്രവഹിച്ചിട്ട് തന്റെ ഉള്ളിലുള്ള മുഴുവൻ ശക്തിയും ചോർന്നു പോയിട്ട് മുട്ടുകൾ വിറക്കുകയാണ്, നിൽക്കാൻ പറ്റുന്നില്ല. ശ്രീരാമകൃഷ്ണന്റെ കയ്യിൽ പിടിച്ചാണ് ഇപ്പൊ നിൽക്കണേ. അപ്പൊ അതിന് മനസ്സിലായി ശ്രീരാമകൃഷ്ണദേവൻ കൃപയോടുകൂടി തന്നിലേക്ക് ശക്തി പ്രവഹിപ്പിക്കുകയാണ്. അദ്ദേഹം വ്യക്തമായിട്ട് അത് തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ശക്തിക്ക് മുന്നിൽ തന്റെ കായിക ശക്തി ഒന്നുമല്ല എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു. വിജ്ഞാനാനന്ദ സ്വാമി തിരിച്ചറിഞ്ഞു. അന്ന് മുതൽ ശിഷ്യനായി മാറി അദ്ദേഹം, സ്വാമി വിജ്ഞാനാനന്ദജി മഹാരാജ്. ശ്രീരാമകൃഷ്ണൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, മുൻജന്മത്തിൽ ഞാൻ അവനുമായിട്ട് ഗുസ്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ കൃഷ്ണനായിരുന്ന സമയത്ത് അവൻ മല്ലനായിരുന്നു, കംസന്റെ ചാണൂർ മല്ലനായിരുന്നു. അവനുമായിട്ട് ഞാൻ മുൻജന്മത്തിൽ ഗുസ്തി പിടിച്ചിട്ടുണ്ട്. അതാണ് അവനെ ഇപ്പൊ കണ്ടപ്പോ തന്നെ ഗുസ്തി പിടിച്ചത് ഞാൻ ആദ്യം. അപ്പൊ ഓരോന്നിനും പിന്നിലും ഒരു കാര്യമുണ്ട്. അപ്പോ ശ്രീരാമകൃഷ്ണദേവൻ നമുക്ക് തന്നിരിക്കുന്ന ഉപദേശം എന്താ? മനുഷ്യജന്മം ഈശ്വരനെ അറിയാനുള്ളതാണ്. ഏത് വിധത്തിലും ഭഗവാൻ ഈശ്വരനെ ദർശിക്കാൻ സാധിക്കണം, ഈശ്വരനുമായിട്ട് സംസാരിക്കാൻ സാധിക്കണം, ഈശ്വരനെ സ്പർശിക്കാൻ സാധിക്കണം. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം. ഏത് കർമ്മങ്ങളും, നാം ചെയ്യുന്ന എന്ത് കർമ്മങ്ങളും ഈശ്വരാഭിമുഖമായി നമ്മൾ ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? ഒരൊറ്റ ഉദാഹരണം പറയാം.
രാമകൃഷ്ണ മഠത്തിൽ ചേരാനായിട്ടൊരു ബ്രഹ്മചാരി വന്നു ചേർന്നു. അപ്പോൾ അദ്ദേഹം ഇന്നിപ്പോൾ ജീവിച്ചിരിപ്പുള്ള ഒരു സ്വാമിജിയാണ്, അതിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം വന്നു ചേർന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഇപ്പം നല്ല വയസ്സായി, ഞാൻ പറയാൻ പോകുന്ന സ്വാമിജിക്ക് നല്ല വയസ്സായി. അപ്പോൾ അദ്ദേഹം അന്ന് ഡയറക്റ്റ് ഡിസൈപ്പിളൊക്കെയാണ് സുർജി മഹാരാജ് ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ചേർന്ന ആശ്രമത്തിൽ ഏകദേശം ഒരു മഠാധിപതി, വൈസ് പ്രസിഡന്റ് മഹാരാജിനെ പോലെയാണ് ഈ സുർജി മഹാരാജ്. വളരെ സീനിയർ ആയിട്ടുള്ള സ്വാമിജിയാണ്. ഇദ്ദേഹം പുതുതായിട്ട് ചേർന്ന ബ്രഹ്മചാരിയാണ്. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ബ്രഹ്മചാരി രാവിലെ ഒരു കാഴ്ച കാണുന്നത് എന്താ, ഈ വളരെ സീനിയർ ആയിട്ടുള്ള ഈ സ്വാമിജി ഒരു ചൂല് കൊണ്ട് മുറ്റമടിക്കുക. അപ്പൊ ഈ ബ്രഹ്മചാരി ഓടിച്ചെന്നിട്ട് പറഞ്ഞു, സ്വാമിജി എനിക്ക് ആ ചൂല് തരൂ, ഞാൻ അടിക്കാം, അങ്ങ് അടിക്കണ്ട. അപ്പൊ സ്വാമിജി ഇങ്ങനെ നോക്കി. ഈ ബ്രഹ്മചാരി വീണ്ടും പറയുകയാണ്, അപേക്ഷിക്കുകയാണ്, സ്വാമിജി എനിക്ക് തരൂ, ഞാൻ അടിക്കാം, അങ്ങ് അടിക്കണ്ട. അപ്പൊ സ്വാമിജി അവര് പറയും, ഓ എന്നെ സഹായിക്കാൻ വേണ്ടിയാണോ? അത് ഞാൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടെ വേറൊരു ചൂലിരിപ്പുണ്ട്, അതുകൂടെ എടുത്ത് വന്നിട്ട് നീ അടിച്ചോ, അപ്പോൾ വേഗം തീരുമല്ലോ. അങ്ങനെ അദ്ദേഹം വേറൊരു ചൂലെടുത്ത് 2 പേരും അടിച്ച് തീർന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞിട്ട് ഈ സുർജി മഹാരാജ് ബ്രഹ്മചാരിയെ വിളിക്കും. എന്നിട്ട് ചോദിക്കും, ഞാൻ മുറ്റം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ച് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചൂല് ചോദിച്ച്? അല്ല, അന്ന് മുറ്റം അടിക്കുക ഇത്രയും സീനിയർ ആയിട്ടുള്ള അന്ന് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോൾ. സുജിമാരെ തിരിച്ചു ചിന്തിക്കും, ഞാനിപ്പോ രാവിലെ ക്ഷേത്രത്തിലിരുന്ന് പൂജയായിരുന്നു ചെയ്തു വിചാരിക്കുക, നീ എൻ്റെ അടുത്ത് നിന്ന് ഒരു എഴുന്നേക്ക് ഞാൻ പൂജ ചെയ്യാന്ന് പറയുമോ? ഇല്ല. നിന്റെ നോട്ടത്തിൽ ഞാൻ മുറ്റടിക്കുകയായിരുന്നു, പക്ഷെ എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ പൂജ ചെയ്യുകയായിരുന്നു. മനസ്സിലായോ? നിന്റെ നോട്ടത്തിൽ ഞാൻ മുറ്റടിക്കുകയായിരുന്നു, പക്ഷെ എൻ്റെ ദൃഷ്ടിയിൽ ഞാനത് പൂജയാണ് ചെയ്തത്. ഏത് കർമ്മവും, ഞാൻ ചെയ്യുന്ന ഏത് കർമ്മവും അത് പൂജയാക്കി മാറ്റണം. ശാരദാദേവിയെ കണ്ടു പഠിക്കും അല്ലേ? ഒരു പച്ചക്കറി മുറിക്കുമ്പോൾ പോലും അമ്മ ഒരു ദിവസം 1,00,000-ത്തിലധികം പ്രാവശ്യം മന്ത്രം ചെയ്തു. എങ്ങനെയാ? പാചകം ചെയ്യുന്നു അല്ലേ? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന ഏത് കാര്യവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു. ഭൂമിയെ സ്പർശിക്കുമ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭൂമിയെ സ്പർശിക്കുന്നു. നമ്മൾ കുളിക്കുമ്പോൾ ഭഗവാൻ എവിടെയുള്ള? നമ്മുടെ ഉള്ളിലാണുള്ളത് അല്ലേ? ഭഗവാന് നമ്മൾ മന്ത്രസ്നാനം ചെയ്യുന്നു. നാം വസ്ത്രം എടുക്കുമ്പോൾ ഭഗവാന് നമ്മൾ ആഭൂഷണങ്ങൾ, വസ്ത്രങ്ങൾ നമ്മൾ അണിയിക്കുന്നു അല്ലെ? നാം എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ, ചിലപ്പോൾ നമ്മളൊക്കെ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകളാണ്. ചിന്തിക്കുക, ഭഗവാൻ നമ്മുടെ തൊട്ടടുത്തിരിപ്പുണ്ട്. ചിന്തിക്കുക, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിരിക്കും, നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല, ഭഗവാൻ നമ്മുടെ അടുത്തിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ആ നിസാരമായ ആ ഒരു കാര്യം പോലും ഭഗവത് സംഘമായി മാറും. സത്സംഗം നല്ലതാണ്, പക്ഷെ സത്സംഗത്തിനേക്കാളും ശക്തിവത്താണ് ഭഗവത് സംഘം എന്ന് പറയുന്നത്. ഭഗവത് സംഘത്തിനെ ഏതൊരു മാർഗം, കേനാഭിമാർഗം, ഏതൊരു മാർഗം ഉപയോഗിച്ചും ഈശ്വരന്റെ സംഘം, ഈശ്വരന്റെ കൂടെ, ഈശ്വരന്റെ സാമീപ്യം അത് നമ്മൾ കാക്ഷിക്കുക. ഏകാന്തതയിൽ പോയിരിക്കുക, ഗുരു പറഞ്ഞതുപോലെ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. അതിനുശേഷവും സമയം ഉണ്ടാവില്ലേ? ചിന്തിക്കുക, നമ്മുടെ തൊട്ടടുത്ത് ഭഗവാൻ ഇരിപ്പുണ്ട്. എൻ്റെ തൊട്ടടുത്ത് ഭഗവാൻ ഇരിപ്പുണ്ട്, ഞാൻ ഭഗവാനോട് സംസാരിക്കുകയാണ്. ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുക, ഭഗവാനെ തൊടാനായി ശ്രമിക്കുക, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കാനായി ശ്രമിക്കുക. അപ്പോൾ മനസ്സിലാകും സത്സംഗത്തെക്കാളും എത്രയോ ശക്തിശക്താണ് ഈ ഭഗവത് സംഘം എന്ന് മനസ്സിലാവും. ഇങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും, ഭക്ഷണം കഴിക്കുന്ന കാര്യം, 3 നേരം 4 നേരം എന്തായാലും ഭക്ഷണം കഴിക്കണം അല്ലേ? ഇത് എവിടെയാ ഭഗവാൻ ഇരിക്കുന്നത്? അർജുനോട് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഹൃദയേശ അർജുന തിഷ്ഠതി അല്ലേ? ഈശ്വരൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും നമ്മൾ ഭഗവാനെ ഓർക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ആ ഭക്ഷണം കഴിക്കുക. ആ ചെയ്യുന്ന കാര്യം നിസ്സാരമായ കാര്യമായിരിക്കും, അത് അത്ര പെട്ടെന്ന് തന്നെ ഒരു ശക്തമായ ഹോമമായിട്ട്, ആഹൂതിയായിട്ട് മാറും അല്ലെ? കഴിക്കുന്ന ഭക്ഷണവും അതും ശുദ്ധമായി മാറും. ആഹാരശുദ്ധവും സത്വശുദ്ധി അല്ലെ? സത്വശുദ്ധിനെ എല്ലാം വളരെ പെട്ടെന്നാവും. അപ്പോൾ ഇതിനു വേണ്ടി ആയിരിക്കണം നമ്മൾ ശ്രമിക്കുന്നത്. ഏത് മാർഗവും ഉപയോഗിച്ചും ഭഗവാന്റെ കൂടെ സമയം ചിലവഴിക്കുക. ഭഗവാന്റെ കൂടെ ഈ ഒരു കാര്യം, നമ്മൾ എന്ത് കർമ്മം ചെയ്താൽ പോലും അതിനെ ഈശ്വരാഭിമുഖമായി തിരിച്ചുവിടാൻ നോക്കുക. ശ്രീരാമകൃഷ്ണന്റെ ഉപദേശമാണ്. അദ്ദേഹം ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ശിഷ്യന്മാർക്കും കൊടുത്തത്. ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ പോലും അത് ഈശ്വരാഭിമുഖമായി ചെയ്യാൻ ശ്രമിക്കുക. എത്ര നിസാരമായ പ്രവൃത്തിയാണെങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ ഈശ്വരാഭിമുഖമായി, ഈശ്വരാർപ്പിതമായി നമുക്ക് ചെയ്യാൻ സാധിക്കും.
അത് ഞാൻ പറഞ്ഞു, മുറ്റം അടിക്കുന്നത് നിന്റെ ദൃഷ്ടിയിലാണ് മുറ്റം അടിക്കുന്നത്, എൻ്റെ ദൃഷ്ടിയിൽ അത് പൂജ തന്നെയാണ്. ആ രീതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിന് ഭഗവാൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീരാമകൃഷ്ണദേവൻ്റെ ജയന്തിയാണെന്ന് എനിക്ക് ഒരു കാര്യം മാത്രം നിങ്ങളോടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വചനാമൃതവും ശ്രീരാമകൃഷ്ണദേവൻ്റെ ജീവിതത്തിലൊക്കെ വായിക്കുന്നതാണ് അല്ലേ? രാത്രിയിൽ കുറച്ച് നേരമെങ്കിലും ശ്രീരാമകൃഷ്ണദേവൻ്റെ കൂടെ ചിലവഴിക്കാൻ ശ്രമിക്കണം. രാത്രിയിൽ ശ്രീരാമകൃഷ്ണദേവൻ പകല് ഉന്മത്തനാണ്, പക്ഷേ രാത്രിയായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഉന്മത്താവസ്ഥയിൽ അദ്ദേഹം. കഷ്ടകാലം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഇപ്പൊ രാത്രി ഇല്ല അല്ലേ? എന്താ രാത്രി ഉണ്ടോ? രാത്രി ഉണ്ടോ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ? ഇല്ല. രാത്രിയിൽ നമ്മൾ എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഇട്ട് രാത്രിയെ നമ്മൾ പകലാക്കി മാറ്റിയില്ലേ? എവിടെ രാത്രിയുള്ള? ആരാ ഇരുട്ടത്ത് പോകുന്ന രാത്രിയിൽ? ആരെങ്കിലും ഇരുട്ടത്ത് പോയിട്ടുണ്ടോ? ആരെങ്കിലും ഇരുട്ടത്തിറങ്ങിയ അമ്മമാർ പോലും ശകാരിക്കും, ഇരുട്ടത്ത് പോലെ മോനെ പറ്റും അല്ലേ? ഇരുട്ടില്ല നമ്മുടെ ജീവിതത്തിൽ, പ്രകാശം മാത്രമേ ഉള്ളൂ. കുറച്ച് ഇരുട്ടൊക്കെ വേണം. കണ്ണടച്ചെങ്കിലും ഇരുട്ടാക്കാം. മുറിയിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ശ്രീരാമകൃഷ്ണദേവനോട് കുറച്ച് സമയം രാത്രിയിൽ ചെലവഴിക്കാൻ നോക്കണം. ഈ വചനാമൃതം വായിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു സന്ദർഭം കണ്ഠസ്ഥമാക്കിയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ ഞാനും അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ചില സമയത്ത് വിചാരിക്കുക, ഒരു ഉദാഹരണം പറയാം. രാത്രിയിൽ രാജാ മഹാരാജും ലഡ്ഡു മഹാരാജും ശ്രീരാമകൃഷ്ണദേവനും മാത്രം ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ അവർ രണ്ടുപേരുടെ താഴെ കിടക്കാനായിട്ട് പായ വിരിച്ചു കൊടുത്തു. രണ്ടുപേര് പായയിൽ കിടക്കുന്നുണ്ട്. ശ്രീരാമകൃഷ്ണദേവൻ കിടന്നു. കുറച്ച് കഴിയുമ്പോൾ ശ്രീരാമകൃഷ്ണൻ രണ്ടുപേരെയും വിളിച്ചു നടത്തി, ഇവിടെ കിടന്ന് ഉറങ്ങാനാണോ വന്നേ? ദക്ഷിണേശ്വരത്ത് വന്നത് ഇവിടെ കിടന്ന് ഉറങ്ങാനാണോ എൻ്റെ കൂടെ? എഴുന്നേക്ക്, ഇരിക്കും, ധ്യാനിക്കും. രണ്ടുപേരും അതേ പായൽ തന്നെ നിവർന്നിരുന്ന് ധ്യാനിക്കാനായിട്ട് തുടങ്ങി. ശ്രീരാമകൃഷ്ണദേവൻ പെട്ടെന്ന് കൈകൊട്ടി ഒരു പാട്ടും പാടിക്കൊണ്ട് ഇവരുടെ ചുറ്റും നടക്കുക. ബംഗാളിയിലെ പാടുന്നത് ജാഗോമാ കുലകുണ്ടലിനി. കുലകുണ്ടലിനി അന്ന് ഉണരു ഉണരു എന്നുള്ള പാട്ടാണ്. മലയാളത്തിൽ കുലകുണ്ടലിനിയെ അഭിസംബോധനയുടെ പാട്ടാണ് ഉണരു. ശ്രീരാമകൃഷ്ണദേവൻ പെട്ടെന്ന് രാജാമാരുടെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ എന്താ കാണുന്നത്? ശ്രീരാമകൃഷ്ണദേവൻ വിവസ്ത്രനായിട്ട് മങ്ങിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇവർക്ക് ചുറ്റും ഈ പാട്ടും പാടി കൈ കൊട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ആ എന്താ പറയുക, ചുറ്റുപാട് മുഴുവൻ ശ്രീരാമകൃഷ്ണദേവന്റെ ഭക്തിയിൽ ഇങ്ങനെ ജ്വലിക്കുന്നു എന്ന് പറയാം. ആ അവസ്ഥയാണ്. പെട്ടെന്ന് രാജാമാരാജൻ നല്ല ധ്യാനാവസ്ഥയിലേക്ക് മനസ്സ് പോവാം. പെട്ടെന്ന് ഇവിടുന്ന് ഒരു കരച്ചിൽ കിട്ടും. എന്താ? തൊട്ടടുത്തിരുന്ന ലഡ്ഡു ഒന്ന് കരയുക, എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്ന് ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തെ പിടിച്ച് അവിടെ തന്നെ നിവർത്തി ഇരുന്നിട്ട് പറയും, എഴുന്നേക്കണ്ട, അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പറയുക. ഇത് വീണ്ടും ഈ പാട്ട് പാടി നടക്കാം. ഒരു പാട്ടിലൂടെ തൻ്റെ ശിഷ്യന്റെ ശക്തിയെ ഉണർത്തി വിട്ടു. പിന്നെ രാജാമാരൻ നോക്കുമ്പോൾ കാണുന്നത് ലഡ്ഡു അതിതീവ്രമായ ധ്യാനാവസ്ഥയിൽ മുഴുകിയിരിക്കുന്ന. നമുക്കും ചിന്തിക്കാം, ഞാനും അവിടെ ഇരിപ്പുണ്ട്, ശ്രീരാമകൃഷ്ണന്റെ കൂടെ ഇരിപ്പുണ്ട്. അങ്ങനെ അത് ലീലാചിന്തനം എന്ന് പറയുന്ന ശക്തമായ ഒരു ഉപാസനയായിട്ട് അത് മാറും. ശ്രീരാമകൃഷ്ണന്റെ സംഘം നമുക്ക് കിട്ടും. നമുക്ക് ശ്രീരാമകൃഷ്ണനോട് ഡിമാൻഡ് ചെയ്യാൻ. എന്താ? നോക്കൂ, ഒരു മകന് സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് വേണമെങ്കിൽ വഴക്കുണ്ടാക്കാം അല്ലേ? ശക്തമായിട്ട് വഴക്കുണ്ടാക്കാൻ വേണമെങ്കിൽ എന്താ? ബന്ധം അത്രമാത്രം ദൃഢമാണ്. അപ്പൊ ശ്രീരാമകൃഷ്ണദേവന്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ നമുക്ക് സാധിക്കും. എപ്പോഴാ? നമ്മുടെ ബന്ധവും ദൃഢമായാൽ മാത്രം. ഈ ബന്ധം ദൃഢമാകുന്ന എപ്പോഴാ? നമ്മൾ എപ്പോഴാണോ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, കൂടുതൽ അടുത്തിടപഴകുന്നത്, അപ്പോഴാണ് ഈ ബന്ധം ദൃഢമാകുന്നത്. ഈ ബന്ധം ദൃഢമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് ഭഗവാൻ നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും നിങ്ങളുടെ ഏകാന്ത സമയങ്ങളിൽ ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക. ഭഗവാന്റെ അനുഗ്രഹം ഏവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പൂജ്യസ്വാമിമാരുടെ ചരണങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ശ്രീരാമകൃഷ്ണൻ.